പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വളരെ വലിയ ആനന്ദത്തോടെയാണ് ഈ വചനവേദിയിൽ നിങ്ങളൊപ്പമായിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട 4 ദിനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കായി ഒരുക്കിയിരിക്കുകയാണ്. ശംഷാബാദ് രൂപതയുടെ പിതാവായ നമുക്കേവർക്കും സുപരിചിതനും അതിനേക്കാൾ ഉപരി നമ്മുടെ എല്ലാവർക്കും അനുഗ്രഹമായ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് തട്ടിൽ പിതാവാണ് ഈ 4 ദിനങ്ങളിലെ നോമ്പുകാലത്തോട് ബന്ധപ്പെട്ട ധ്യാനം നമുക്കായിട്ട് നയിക്കുന്നത്. ഷെക്കേന ടെലിവിഷൻ്റെ പ്രേക്ഷകരെ, 10,000 വളരെ ആകാംക്ഷയോടെ ഈ ധ്യാനത്തിനായി ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തട്ടിൽ പിതാവ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളവും ഷെക്കേനയെ സംബന്ധിച്ചിടത്തോളവും പിതാവ് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. പിതാവിൻ്റെ ശ്ലൈഹിക അഭിഷേക തണലിലാണ് ഷെക്കേനയെ കർത്താവ് അത്ഭുതകരമായി വളർത്തിയത്. പിതാവിൻ്റെ സാന്നിധ്യം ഷെക്കേന ടെലിവിഷൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഈ കൺവെൻഷൻ സംപ്രേഷണം ചെയ്യപ്പെടുമ്പോൾ ഈ മാധ്യമ ശുശ്രൂഷ ഇന്ന് കൂടുതൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഈ 4 ദിനങ്ങളും പിതാവ് നമ്മുടെ ഒപ്പമായിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുകയും പിതാവിന് കർത്താവ് നൽകിയിരിക്കുന്ന സ്ലൈഹി അധികാരം ഉപയോഗിച്ച് അത്ഭുത രോഗശാന്തികൾ വെളിപ്പെടാൻ, ഡെലിവറൻസുകൾ ഉണ്ടാകാൻ, കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും രൂപപ്പെടുവാനൊക്കെ പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏറെ ഒരുക്കത്തോടെ ഈ 4 ദിനങ്ങളിലെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ കടന്നു വരണം. അനേകരോട് നിങ്ങൾ ഈ ധ്യാന ശുശ്രൂഷയെക്കുറിച്ച് പങ്കുവെക്കണം. ഇതിൻ്റെ ടൈറ്റിൽ തന്നെ നമുക്കറിയാം, ക്രിസ്റ്റിഫിക്കേഷൻ ത്രൂ ക്രൂസിഫിക്ഷൻ. എന്തുകൊണ്ടും ഈ നോമ്പുകാലത്തോട് ബന്ധപ്പെട്ട് നമ്മളതിന് ആദ്യ ദിനങ്ങളിലാണ്. ഏറ്റവും ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവിന് യോഗ്യമാം വിധം പരിത്യാഗങ്ങളും പ്രാശ്ചിത്വം അനുഷ്ഠിച്ച് കൂടുതൽ ദൈവ സാന്നിധ്യത്താൽ നമ്മുടെ ജീവിതങ്ങൾ നിറയപ്പെടുവാൻ, ക്രിസ്തുവിനായി നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ നമുക്ക് ഏറെ അനുഗ്രഹപ്രദമാണ് ഈ ധ്യാന ശുശ്രൂഷ. ഒത്തിരി പ്രാർത്ഥനയോടെ, ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ മധ്യേ നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെ, തട്ടിൽ പിതാവിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച് അമ്മ മാതാവിന് വിമല ഹൃദയത്തിലേക്ക് പിതാവിനെ സമർപ്പിച്ചുകൊണ്ട് ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഷെക്കേന ടെലിവിഷനിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ എല്ലാം ലോകത്തിന് വിവിധ ദിക്കുകളിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 10,000 നമ്മുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബങ്ങളെ എല്ലാം അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മളൊന്നു ചേർന്ന് വലതുകര സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിൻ്റെ സാന്നിധ്യത്താല്, കർത്താവിൻ്റെ ശക്തിയാല്, കർത്താവിൻ്റെ കൃപയാല് നമ്മളെല്ലാം നിറയപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് അമ്മയോടൊപ്പം ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
കർത്താവായ ഈശോയെ, നിന്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന വലിയ നോമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. നിന്റെ കുരിശിൻ്റെ താഴെ നിന്ന നിന്റെ അമ്മ ഞങ്ങൾക്ക് മാതൃകയാണ്. അവളുടെ ഹൃദയത്തിലെ ശമയോൻ നാട്ടിയ വാള് നിന്റെ കാൽവരിയാണ്. ഈ 4 ദിവസം നടക്കുന്ന 50 നോമ്പ് ആചരിക്കുന്ന ഈ ധ്യാനം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് അനുഗ്രഹീതമാകാൻ ഇടയാക്കണേ. ആത്മാവായ ദൈവമേ, ഞങ്ങളോടൊത്ത്, ഞങ്ങളുടെ സംവിധാനങ്ങളോടൊത്ത്, ഈ സംവിധാനങ്ങളിലൂടെ നിന്നെ കേൾക്കുന്ന നിന്റെ മക്കളെ ഓർത്ത് ഞങ്ങൾക്ക് കോട്ടയും കാവലും ആയിരിക്കണേ. ഈശോയെ, നിന്റെ മരണവും സഹനവും എത്ര വിലപ്പെട്ടതാണെന്ന് പ്രാർത്ഥനാപൂർവം ചിന്തിക്കാനും ധ്യാനിക്കാനും ഈ ധ്യാനത്തെ നീ വഴി നടത്തണേ. പരിശുദ്ധ അമ്മേ മാറിയോസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള ഷക്കിന ടെലിവിഷൻ്റെ പ്രിയങ്കരായിട്ടുള്ള പ്രേക്ഷകരെ, അടുത്ത 4 ദിവസങ്ങൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 50 നോമ്പിനോട് അനുബന്ധമായിട്ട് നടത്തപ്പെടുന്ന ഈ ധ്യാനത്തിന് എന്ത് പേര് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥനാപൂർവ്വം ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നൊരു ചിത്രമുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളൊരു ചിത്രമാണ്. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ഒരു ചിത്രമാണത്. ക്രൂശിതനായ കർത്താവിൻ്റെ താഴെ കുരിശ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫ്രാൻസിസ്. നമ്മുടെ കർത്താവ് കുരിശിൽ നിന്ന്, ആണികളിൽ നിന്ന് തൻ്റെ വലതുകരം ഇളക്കിയെടുത്ത് ഫ്രാൻസിസിനെ ചേർത്ത് പിടിക്കുന്നു. ഈ ചിത്രം നമ്മുടെയൊക്കെ മനസ്സുകളിൽ വളരെ വളരെ സുപരിചിതമാണ്. ഈ ചിത്രത്തിന് ഒരു പശ്ചാത്തല കഥയുണ്ട്. ഫ്രാൻസിസ് വീട് വിട്ടിറങ്ങി. കർത്താവ് തൊട്ടപ്പോൾ ഫ്രാൻസിസിലെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി. ആർഭാടങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ ജീവിച്ച ഫ്രാൻസിസ് അതൊക്കെ ഉപേക്ഷിച്ചു. ചാക്കൊടുത്ത് അരയിൽ ചരടും കെട്ടി ഭ്രാന്തനെ പോലെ അസീസിയുടെ തെരുവീതികളിൽ നടക്കുന്നു. സ്വന്തം അപ്പൻ പീറ്റർ ബെർണാഡ്, അമ്മ എല്ലാം മനസ്സിൽ പറഞ്ഞവന് ഭ്രാന്താണ്. അവൻ മാനസിക രോഗിയാണ്. അവൻ നഗരവീഥികളിൽ നൃത്തം ചവിട്ടുന്നു, കുഷ്ഠരോഗികളെ കെട്ടിപ്പിടിക്കുന്നു, ഭിക്ഷക്കാരുടെ ഭക്ഷണത്തിൽ നിന്ന് വാരി തിന്നുന്നു, അവിടെ മുറിവുകൾ വെച്ച് കെട്ടുന്നു. എല്ലാവരും ഫ്രാൻസിസിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. പലരും ഫ്രാൻസിസിനെ കളിയാക്കി കല്ലെറിഞ്ഞു. ഫ്രാൻസിസ് ഏറെ വേദന അനുഭവിച്ച ഒരു സന്ദർഭമാണിത്. ഫ്രാൻസിസ് അവസാനം ക്രൂശിതനായ കർത്താവിൻ്റെ കുരിശ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ കുരിശിൻ്റെ താഴെ നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ലോകം സമ്മതിക്കുന്നില്ല, എൻ്റെ ജഡമോഹങ്ങൾ അനുവദിക്കുന്നില്ല, ഞാനിന്നൊരു പരിഹാസ വിഷയമാണ്. കർത്താവേ, നിന്റെ കുരിശിലാണ് രക്ഷ. നിന്റെ കുരിശിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ, എൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നീ കുരിശിൽ നിന്ന് വലതുകരം വിടർത്തി
എന്നെ നിന്റെ കുരിശോടുകൂടെ ചേർത്ത് പിടിക്കുമോ? ക്രിസ്റ്റിഫിക്കേഷൻ ത്രൂ ക്രൂസിഫിക്ഷൻ. ഒരുപക്ഷെ ഈ ചിത്രം എൻ്റെ മനസ്സിൽ നൽകിയ ഒരു പരിശുദ്ധാത്മ പന്തക്കുസ്തയാണ് ഈ ധ്യാനത്തിൻ്റെ പേര് തന്നെ. ഞാനും നിങ്ങളും ഈ 50 നോമ്പിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ, കണ്ണുനീരുകൾ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. 2019 നവംബറിലെ വുഹാനിൽ ആരംഭിച്ച കൊറോണ പിന്നീട് COVID-19 ആയി. 2020 വലിയ നോമ്പ്, ലോക്ക്ഡൗൺ, ഷട്ട് ഡൗൺ കൾച്ചറിൽ നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു 2021 നമുക്ക് ഈ ലോക്ക്ഡൗണും ഷട്ട് ഡൗണൊക്കെ ഒന്ന് അവസാനിക്കുമെന്ന്. ഇല്ല, നമ്മൾ നോമ്പ് ആരംഭിച്ചിരിക്കുന്നത് വീണ്ടും ഷട്ട് ഡൗണിലാണ്, ലോക്ക്ഡൗണിലാണ്, നമ്മൾ ക്വാറന്റൈനിലാണ്. ഒരുപക്ഷെ ഈ കഷ്ടപ്പാടുകളിലൊക്കെ നടുവിൽ ഈ 50 നോമ്പ് ഏറ്റവും അർത്ഥവത്തായിട്ട് എങ്ങനെ നമുക്ക് കാര്യക്ഷമമായി, ക്രിയാത്മകമായി, ഫലദായകമായി തീർക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാണ്. ക്രൂശിതന്റെ കൂടെ നിൽക്കുക, ക്രൂശിതനിലേക്ക് നോക്കുക, ക്രൂശിതന്റെ ആണിപ്പാടുകൾ, അവൻ്റെ മുൾക്കിരീടം, അവൻ്റെ രക്തപ്പാടുകൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ആധികാരികത നൽകാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഗായക സംഘത്തോടൊപ്പം പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ ധ്യാനത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകാൻ കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്താൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നിച്ചു പാടാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. വരണമേ. ആത്മാവ ദൈവമേ വരണേ, വരണേ ദൈവമേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ കർത്താവേ സത്യമാണ്, രക്ഷിപ്പാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിപ്പാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഇരു കരങ്ങളും ഉയർത്തി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ വഴി കർത്താവിന്റെ കൃപയും അനുഗ്രഹവും ധാരാളമായി നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും, നമ്മുടെ കുടുംബങ്ങളിലേക്കും, നമ്മുടെ മക്കളിലേക്കും, നമ്മുടെ തലമുറകളിലേക്കും, നമ്മുടെ സമൂഹങ്ങളിലേക്കും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും ഒഴുകപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച്
ഈശോ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ വർഷിക്കണമേ, ആരാധിക്കുന്നു. അഭിഷേകം കൊണ്ട്, അഭിഷേകം കൊണ്ട്, വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമേ. കേൾക്കുന്ന ജനങ്ങളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 4 ദിവസത്തെ ധ്യാനത്തിലെ ഈ 50 നോമ്പിനെ കുറിച്ചുള്ള രക്ഷാകരമായിട്ടുള്ള ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 50 നോമ്പിനെ കുറിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ മാർപ്പാപ്പ പറയുകയാണ്. ഒന്നാമതായിട്ട്, ഇത് വിശ്വാസസാന്ദ്രമായ ഒരു കാലഘട്ടമാണ്. ഇത് വികാര നിർഭരമായ ഒരു കാലഘട്ടമാണ്. 50 നോമ്പിൻ്റെ ഏറ്റവും പ്രഥമ പ്രാധാന്യം, ഇത് വിശ്വാസത്തിൻ്റെ ജ്വലനമാണ്. ശിഷ്യന്മാരെ കർത്താവിനോട് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. ഈ കൊറോണ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ആരാധനയിൽ വിളിച്ചു പറഞ്ഞു. കർത്താവ് ശിഷ്യന്മാരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? ഇത് വിശ്വാസ സാന്ദ്രതയുടെ ഒരു കാലഘട്ടമാണ്. മാത്രമല്ല, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും വികാരസാന്ദ്രമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നമ്മുടെ കർത്താവ് കടന്നുപോയ അപമാനങ്ങൾ, അവൻ സഹിച്ച മുറിപ്പാടുകൾ, അവനെ നേരെ നോക്കി ജനങ്ങള് നടത്തിയ ആക്രോശങ്ങള്, അവന് സത്യം പറഞ്ഞാൽ ബറാബ്രാസിനേക്കാൾ തരം താഴ്ന്നവനായിട്ട് കരുതിയ ജനക്കൂട്ടം, ആരെ വേണമെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ബറാബ്രാസിനെ വിട്ടുതരിക, ഇവനെ ക്രൂശിക്കുക. നീതിമാന്റെ രക്തത്തിലെ എനിക്ക് പങ്കില്ലെന്ന് ഒഴിവ് കഴിയുമ്പോ പറഞ്ഞ് കൈ കഴുകി വെള്ളശീലിൽ തുടച്ച് കർത്താവിനെ വിട്ടുകൊടുത്ത സന്ദർഭങ്ങൾ. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് നോമ്പുകാലത്തെ കുറിച്ച് പറഞ്ഞത് വിശ്വാസസന്ദ്രമായ ഒരു കാലഘട്ടം, വികാര നിർഭരമായ ഒരു കാലഘട്ടം. ഈ 50 നോമ്പിലെ ഓരോ ദിവസവും നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസം കത്തിജ്വലിക്കണം. കർത്താവ് കടന്നുപോയ അപമാനങ്ങളുടെയും സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും സംഘടനകളുടെ ഒക്കെ നടുവില് കർത്താവിൻ്റെ കൂടെ നടക്കാൻ, കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ കർത്താവിനോട് പറയണം, കർത്താവെ കരങ്ങൾ നീട്ടണേ, ഞങ്ങൾ ചേർത്ത് പിടിക്കണേ. നിന്റെ കുരിശിൻ്റെ താഴെ നിന്റെ അമ്മ നിന്നതുപോലെ ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. മാർപ്പാപ്പ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഈ 50 നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മശോധനയുടെയും ആത്മവിശുദ്ധീകരണത്തിൻ്റെയും കാലഘട്ടമാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഇന്നലെ നമ്മൾ പേതൃത്വ ആഘോഷിച്ചു. പേതൃത്വ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം പിറകോട്ട് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. നമ്മൾ പിറകോട്ട് തിരിഞ്ഞു നോക്കലാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് അഴുക്ക്, ഒരുപാട് മാലിന്യങ്ങൾ, പാപകൂമ്പാരങ്ങൾ, അതേക്കുറിച്ചൊക്കെ ആത്മശോധന ചെയ്യാൻ ദൈവം ഒരുക്കുന്ന ഒരു കാലയളവ്. അതുപോലെ തന്നെ ഇത് ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. നമ്മുടെ മലയാളത്തിൽ നമ്മളെപ്പോഴും തമാശയായിട്ടാണെങ്കിലും പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഏത് കഴുപ്പെട്ട കത്തോലിക്കനും ക്രിസ്ത്യാനിയും താടി വളർത്തി, പുകവലി നിർത്തി, മദ്യപാനം നിർത്തി നന്നാകുന്ന 50 ദിവസമാണിത്. ആത്മശോധനയുടെ കാലഘട്ടം, ആത്മവിശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടം.
ഇന്ന് നമ്മുടെ നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് വൈദികൻ പ്രാർത്ഥിച്ചില്ലേ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് പോകുക, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് പോകുക, നിനക്കിവിടെ സ്ഥിരതാമസമില്ല, നീ ഇവിടെ കുടികിടപ്പാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പാളിച്ചകൾ ആത്മശോധനയ്ക്ക് വിഷയമാക്കണം. നമ്മുടെ ജീവിതത്തെ കുറേ കൂടെ വിശുദ്ധിയുടെ പൂക്കളാലെ അലങ്കരിക്കണം. ഇത് ആത്മശോധനയുടെ ഒരു കാലഘട്ടം, ഇത് ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഒരു കാലഘട്ടം. മിലാനിലെ വിശുദ്ധനായ അംബ്രോസ്, നമുക്കറിയാം സഭാപിതാക്കന്മാരിൽ വളരെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു സഭാപിതാവാണ് മിലാനിലെ വിശുദ്ധ അംബ്രോസ്. അദ്ദേഹം 50 നോമ്പിനെ കുറിച്ച് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അർത്ഥവത്താണെന്ന് എനിക്ക് തോന്നുന്നത്. കർത്താവിനെ കാണാൻ രാത്രിയിൽ വന്ന നിക്കോദേമൂസ്, യോഹന്നാന്റെ സുവിശേഷത്തിലെ വളരെ സുവിദിതമായിട്ടുള്ള ഒരു പാഠഭാഗമാണത്. നിക്കോദേമൂസ് കർത്താവിനോട് സംസാരിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ പ്രസംഗിക്കുന്ന രക്ഷ എനിക്ക് സ്വന്തമാക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവ് നിക്കോദേമൂസിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ആത്മാവിലും ജലത്തിലും നവീകരിക്കപ്പെടണം. ജലത്താലും ആത്മാവിനാലും നീ പവിത്രീകരിക്കപ്പെടണം. ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലെ നിക്കോദേമൂസിനെ കർത്താവിനെ കാണുന്ന കാലഘട്ടത്തിൽ 60 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. നിക്കോദേമൂസ് കർത്താവിനോട് പറഞ്ഞു, ഈ 60 വയസ്സായ ഞാൻ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് പുനർജനിക്കാൻ കഴിയുമോ? എന്നെ ഇനിയും ചെറുതാക്കാൻ കഴിയുമോ? ഞാൻ വളർന്നില്ലേ, ഞാൻ വലുതായില്ലേ, എന്നെ ഇനിയും ചെറുതാക്കാൻ കഴിയുമോ? കർത്താവ് പറഞ്ഞു, കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, നീ അതിൻ്റെ ദിശ നിശ്ചയിക്കേണ്ട. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെയും, മിലാനിലെ വിശുദ്ധ അംബ്രോസ് പറയുകയാണ്, സഭയുടെ ഗർഭപാത്രത്തിലെ മാമോദീസ സ്വീകരിച്ച എല്ലാ ക്രൈസ്തവരും പാപത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് കഴുകപ്പെടുകയും ആത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് ശാക്തീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് 50 നോയമ്പ്. സഭ അമ്മയാണ്, കർത്താവിൻ്റെ മൗതിക ശരീരമാണ്. സഭയുടെ ഗർഭപാത്രത്തിലെ പാപത്തെക്കുറിച്ചുള്ള തോരാത്ത കണ്ണുനീര് കൊണ്ട്, മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് വൃത്തിയാക്കപ്പെടുകയും ശാക്തീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ 50 നോയമ്പ്. ഞാനും നിങ്ങളും നിക്കോദേമൂസിനെ പോലെ സഭയുടെ ഗർഭപാത്രത്തിലേക്ക് ചെറുതാകുകയാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ വൃത്തികേടുകൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലെ സമ്മതിച്ചുകൊണ്ട്, നമ്മളെ വൃത്തിയാക്കാൻ കർത്താവെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മാത്രമല്ല നമ്മുടെ കുറവുകളെ നിറവാക്കി മാറ്റാൻ കഴിവുള്ള കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകപ്പെടുന്നൊരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് കാലഘട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത ഇതാണ്, ഞാൻ ചെറുതാക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ഞാനും നിങ്ങളും പാടുന്ന മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട്, ഇത്ര ചെറുതാകാൻ ഞാൻ ഇനി എത്ര വലുതാകണം. ഉത്ഥാനത്തിൻ്റെ വലുപ്പത്തിലേക്ക് ക്രൂശിതൻ്റെ കൂടെ നിന്നുകൊണ്ട് ചെറുതാക്കപ്പെടുന്ന ഒരനുഭവം. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം എന്നെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഗർഭപാത്രത്തിലെ വചനം കൊണ്ട്, വിശുദ്ധ കുർബാന കൊണ്ട്, വിശുദ്ധ കുമ്പസാരം കൊണ്ട്, വിശുദ്ധ വചനം കൊണ്ട് ഞാനും നിങ്ങളും വൃത്തിയാക്കപ്പെടുകയും ആത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് ശാക്തീകരിക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം. അതിനൊക്കെ വേണ്ട കർമ്മ പരിപാടികൾ, അതിനൊക്കെ വേണ്ട ജീവിതത്തിൻ്റെ പദ്ധതികൾ ഞാനും നിങ്ങളും ആലോചിച്ച് തീരുമാനിക്കേണ്ട ദിവസമാണിത്.
അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതാകാൻ എത്ര വളരണമെന്നുള്ള ചിന്ത ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സാധിക്കട്ടെ. ഈ നോമ്പുകാലം 40 ദിവസം കർത്താവ് മരുഭൂമിയിലെ ഉപവസിച്ച് പ്രാർത്ഥിച്ച സംഭവം കൊണ്ടാണ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പള്ളികളിലൊക്കെ വായിച്ച സുവിശേഷ ഭാഗം അതായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായം 1 തുടങ്ങി 11 വരെ. അവൻ ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. അവൻ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അവന് വിശന്നപ്പോൾ അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. അവന് വിശന്നപ്പോൾ അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ഒരുപക്ഷെ മർക്കോസിന്റെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായം 13-ാമത്തെ അധ്യായത്തിലെയും 12-13 വചനങ്ങൾ ഇത് തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 1-2 വചനങ്ങൾ. പക്ഷേ ദീർഘമായിട്ടും വിശദമായിട്ടും കർത്താവിൻ്റെ പ്രലോഭനങ്ങളെ പ്രതിപാദിച്ചിരിക്കുന്നത് മത്തായി ശ്ലീഹയാണ്. മത്തായിയുടെ സുവിശേഷം 4:1-11. കർത്താവിനെ മരുഭൂമിയിലെ ഉണ്ടായ അനുഭവം 40 ദിനരാത്രങ്ങൾ. പ്രിയമുള്ളവരെ, ഈ 40 ദിനരാത്രങ്ങൾ എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, അത് കടമെടുത്തതാണ് ഇന്ന് നമ്മൾ ഈ കൊറോണ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ക്വാറന്റൈൻ. ഈ ക്വാറന്റൈൻ എന്ന വാക്കുണ്ടല്ലോ, ഈ ക്വാറന്റൈൻ എന്ന വാക്ക് 40 ദിനരാത്രങ്ങളാണ്. 40 ദിവസങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ക്വാറന്റൈൻ. 40 ദിനരാത്രങ്ങൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ദൈവിക ഇടപെടലുകൾ നടന്നിരിക്കുന്നത് 40 എന്ന സംഖ്യ കൊണ്ടാണ്. 40 വർഷം മരുഭൂമിയിലെ പ്രവാസികളായിട്ട് കഴിഞ്ഞ ഇസ്രായേൽ മക്കള്, അവിടെ വെച്ചാണ് അവർക്ക് മന്ന കിട്ടിയത്. അവിടെ വെച്ചാണ് അവർക്ക് പാറയിൽ നിന്ന് മധുരജലം കിട്ടിയത്. അവിടെ വെച്ചാണ് അവർക്ക് കാടപ്പക്ഷികളെ കിട്ടിയത്. ഈ 40 എന്ന പദം ക്വാറന്റൈൻ, അത് ആദ്യമായിട്ട് ബൈബിളിലെ ഉപയോഗിച്ചിരിക്കുന്നത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 23-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിലാണ്. ചർമ്മരോഗികളായിട്ടുള്ള ആളുകൾ മോശ കൽപ്പിച്ചതനുസരിച്ച് 40 ദിവസം മാറിപ്പാർക്കണം. ഇത് ആരോഗ്യപരമായിട്ടുള്ള ഒരു നിർദ്ദേശം മോശ കൊടുത്തതാണ്. 40 ദിവസം കഴിഞ്ഞ് അവൻ്റെ ചർമ്മരോഗങ്ങൾ മാറിക്കഴിഞ്ഞാലേ അവൻ പുരോഹിതൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടണം. പുരോഹിതൻ അവനെ പരിശോധിക്കും. പരിശോധിച്ച ശേഷം അവനെ രോഗവിമുക്തനായിട്ട് പ്രഖ്യാപിക്കും. പിന്നെയാണ് അവന് സമൂഹത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഈ 40 എന്ന പ്രയോഗം അവിടെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. 40 ദിനരാത്രങ്ങൾ നോഹയുടെ പേടകം ജലപ്രളയത്തിൽ ഉയർന്നു നിന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 9 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ കാണാം. 40 ദിനരാത്രങ്ങൾ പെയ്ത മഴ. ഈ 40 ദിനരാത്രങ്ങൾ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ കഴുകി വൃത്തിയാക്കാൻ ദൈവം നോഹയുടെ പേടകത്തെ ഉപാധിയാക്കി. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, ഈ ക്വാറന്റൈൻ ഇന്ന് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ പേടിച്ചിട്ടാണ് വന്നത്, ക്വാറന്റൈൻ ആവുമെന്ന്. പക്ഷേ എനിക്കൊന്നും ഉണ്ടായില്ല. എന്നോടിപ്പോൾ കുളം പറഞ്ഞു, എനിക്ക് ക്വാറന്റൈൻ കിട്ടിയില്ല. പക്ഷെ ഇവിടെ എല്ലാവർക്കും ക്വാറന്റൈനാണ്. ഈ ക്വാറന്റൈൻ എന്ന വാക്ക് ഈ കൊറോണ കൊണ്ടുവന്ന വാക്കല്ല, ഇത് ബൈബിളിലുള്ള ഒരു പ്രയോഗമാണ്. ക്വാറന്റൈൻ 40.
ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ 40 എന്ന ഈ പ്രയോഗം ഉണ്ടല്ലോ മക്കളെ, ഈ 40 എന്ന പ്രയോഗത്തിൻ്റെ പിറകിലുള്ള ചില വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. 40 ദിവസം വിശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങളാണ്. മോശ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ കഴിഞ്ഞതായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 34-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മോശ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിലെ കഴിഞ്ഞു. ദൈവം ആവശ്യപ്പെട്ടു മോശയോട്, നീ കയറി വരിക മരുഭൂമിയിലേക്ക്, നീ മലമുകളിലേക്ക് കയറി വരിക. 40 ദിനരാത്രങ്ങൾ മോശ എന്തിനാണ് മരുഭൂമിയിലേക്ക് പോയത് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ 27-28 വചനങ്ങൾ പറയുന്നുണ്ട്. മോശ പോയത് 2 കാര്യങ്ങൾക്കാണ് മോശ പോയത്. ഒന്ന്, ദൈവത്തെ കാണാൻ. 2, ദൈവത്തെ കേൾക്കാൻ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. മോശ മരുഭൂമിയിൽ കയറിയത് ദൈവത്തെ കാണാൻ, ദൈവത്തെ കേൾക്കാൻ. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എന്തുകൊണ്ടാണ് ഈ മരുഭൂമി കർത്താവ് തെരഞ്ഞെടുത്തത്? 40 സംവത്സരങ്ങൾ മരുഭൂമിയിലെ ഇസ്രായേൽ മക്കൾ കഴിഞ്ഞു. 40 സംവത്സരം മരുഭൂമിയിൽ കഴിഞ്ഞ ഇസ്രായേൽ മക്കള്, 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ കഴിഞ്ഞ മോശ, 40 ദിവസം പ്രളയം കൊണ്ട് ഈ ലോകത്തെ വൃത്തിയാക്കിയ ദൈവം. ഈ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിലെ മോശ കഴിഞ്ഞതിനെ കുറിച്ച് ബൈബിളിൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നതാണ്, ഈ മരുഭൂമിക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് അറിയാമോ മരുഭൂമിയുടെ പ്രത്യേകത? കാലാവസ്ഥ കൊണ്ട് ഏറ്റവും പ്രാതികൂല്യമുള്ളൊരു സ്ഥലമാണ് മരുഭൂമി. കാലാവസ്ഥ അനുകൂലമല്ല, ചൂട്ട് പൊള്ളുന്ന ചൂടാണ്. 2, ജീവിതത്തിൽ യാതൊരു സൗകര്യങ്ങളില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല, മൃഗങ്ങൾ, പക്ഷികൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഏകാന്തതയുടെ ഇടമാണിത്. 3, ഈ ഇടത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഇവിടെയാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്, ഇവിടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. മോശ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിലേക്ക് പോയത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ദൈവത്തെ കാണാൻ. 2, ദൈവത്തെ കേൾക്കാൻ. ഈ 50 നൊയമ്പ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കളോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രാതികൂല്യങ്ങളും ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനുമായിരിക്കണം. ഇവിടെ പുകവലി നിർത്തിയവരുണ്ട്, ഇവിടെ മദ്യപാനം നിർത്തിയവരുണ്ട്, ഇവിടെ താടി വളർത്തിയവരുണ്ട്, ഇവിടെ മുടി വളർത്തിയവരുണ്ട്, ഇവിടെ കുരിശെടുക്കുന്നവരുണ്ട്, മലയാറ്റൂർക്ക് നടക്കുന്നവരുണ്ട്. ഇതൊക്കെ മരുഭൂമിയുടെ തുടർച്ചയാണ്. സൗകര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു. ഞാനും നിങ്ങളും സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്തിനാ മക്കളെ ഈ താടി വളർത്തുന്നത്? എന്തിനാ മക്കളെ ഈ മുടി വളർത്തുന്നത്? എന്തിനാ മക്കളെ ഈ കുരിശ് ചുമക്കുന്നത്? എന്തിനാ നിങ്ങൾ ഭക്ഷണത്തിലെ ക്രമീകരണങ്ങൾ വരുന്ന ഇറച്ചി വേണ്ട, മത്സ്യം വേണ്ട? ചിലർ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നു. എന്താണെന്നറിയാമോ? നമുക്ക് ചുറ്റും ഒരു മരുഭൂമിയുടെ അനുഭവം നമ്മൾ ഉണ്ടാക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്: ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനും. ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനും. അതുകൊണ്ടാണ് പുറപ്പാടിന്റെ പുസ്തകം 34, 27, 28 വചനങ്ങളിൽ മോശ മരുഭൂമിയിലെ ചെന്നപ്പോൾ ആ പ്രാതികൂല്യങ്ങളുടെ ഒക്കെ നടുവിലെ ഇറ്റ് ഈസ് എ ക്രൂസിഫിക്ഷൻ, അതൊരു സഹനങ്ങളുടെ തീച്ചൂളയാണ്. അതിൻ്റെ നടുവിൽ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ താമസിക്കുന്ന ഗൾഫിലെ മക്കളോടൊക്കെ വിളിച്ച് ചോദിച്ചാൽ അവർ പറയും എന്താ ചൂടെന്നുള്ളത്. ഭയങ്കര ചൂടാ. എല്ലാം പ്രാതികൂല്യങ്ങളാണ്, എല്ലാം നമുക്ക് അനുകൂലമല്ല. അവിടെ ഭക്ഷണം കിട്ടാനില്ല. ഈ പ്രാതികൂല്യങ്ങളുടെ നടുവിലെ ഞാനും നിങ്ങളും ഈ 50 ദിവസം ആയിരിക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഒന്ന്, ദൈവത്തെ കാണാൻ. 2, ദൈവത്തെ കേൾക്കാൻ. മോശ മരുഭൂമിയിലെ താമസിച്ചപ്പോൾ ദൈവത്തെ കണ്ടു, ദൈവത്തെ കേട്ടു.
മോശയ്ക്ക് ദൈവത്തെ കണ്ടപ്പോഴും ദൈവത്തെ കേട്ടപ്പോഴും മോശ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കൽപ്പലകളിൽ എഴുതിയെടുത്തു. മോശ എല്ലാം കൽപ്പലകളിൽ എഴുതിയെടുത്തു. ആദ്യത്തെ കൽപ്പലകളിലെ ആദ്യത്തെ 3 പ്രമാണങ്ങൾ എഴുതി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രമാണങ്ങൾ. രണ്ടാമത്തെ കൽപ്പലകളിലെ 4 തുടങ്ങി 10 വരെയുള്ള പ്രമാണങ്ങൾ എഴുതി. മോശ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ 40 ദിനരാത്രങ്ങൾ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ വലത് കൈകളിലെ ആദ്യത്തെ കൽപ്പലക ഉണ്ടായിരുന്നു. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു തമ്പുരാനില്ല. തമ്പുരാന്റെ നാമം വെറുതെ ഉപയോഗിക്കരുത്. സാബത്തുകളിലെ നീ വിശ്രമിക്കണം കടപ്പാടോടുകൂടെ. രണ്ടാമത്തെ കൽപ്പനകളിലെ മനുഷ്യബന്ധങ്ങളുടെ സങ്കീർത്തനമായിരുന്നു നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, നീ വ്യഭിചാരം ചെയ്യരുത്, നീ കക്കരുത്, നീ നീതിയോടുകൂടെ വർത്തിക്കണം. 4 തുടങ്ങി 10 പ്രമാണങ്ങൾ. ഞാനിത് പറയുന്നത് ദൈവത്തെ കാണുമ്പോഴും ദൈവത്തെ കേൾക്കുമ്പോഴും മനുഷ്യനെ സംലപ്തമാകുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വഴികളിലൂടെയുള്ള സഹയാത്രയാണ്. ഞാൻ ദൈവത്തിൻ്റെ കരം പിടിക്കുന്നു, ദൈവത്തിൻ്റെ കരം പിടിച്ച് ഞാൻ ദൈവത്തോടൊത്ത് യാത്ര ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കൽപ്പനകൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കണം. മോശ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ മോശയുടെ വലതുകരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച കൽഫലകങ്ങളിലെ 3 പ്രമാണങ്ങൾ, ഇടതുകരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച കൽപ്പലകളിൽ മനുഷ്യബന്ധങ്ങളെ സംബന്ധിക്കുന്ന മറ്റേഴ് പ്രമാണങ്ങൾ. കർത്താവിൻ്റെ വഴികളിൽ സഞ്ചരിക്കുക. നമ്മൾ സങ്കീർത്തനത്തിൽ മനോഹരമായിട്ട് പാടുന്നില്ലേ? അവിടുത്തെ വചനം എൻ്റെ കാലുകളിൽ വിളക്കും എൻ്റെ വഴികളിൽ വെളിച്ചവുമാണ്. നമ്മുടെ ജീവിതങ്ങൾ കർത്താവിൻ്റെ പ്രോഗ്രാമിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഈ നോമ്പ് കാലം പട്ടിണി കിടക്കാനും പുകവലി നിർത്താനും മദ്യപാനം നിർത്താനും ഭക്ഷണക്രമങ്ങളിലെ ത്യാഗം ചെയ്യാനും മാത്രമുള്ള ഒരു കാലഘട്ടമല്ല. ഈ കാലഘട്ടം എനിക്ക് തമ്പുരാനെ കാണാൻ കഴിയുന്ന കാലഘട്ടമാകണം. ഈ കാലഘട്ടം എനിക്ക് തമ്പുരാനെ കേൾക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാകണം. ഞാൻ തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് സെമിനാരിയിൽ ചേർന്നു. മൈനർ സെമിനാരി 1971 ഞാൻ തൃശ്ശൂരിലെ തോപ്പ് മൈനർ സെമിനാരിൽ ചേരുന്നത്. മോൺസിനോർ ആൻ്റണി മാളിയക്കലച്ചനാണ് ഞങ്ങളുടെ റെക്ടറച്ചൻ, പുണ്യശ്ലോകനായിട്ടുള്ള അദ്ദേഹം. ഞാൻ ഈ ടൗണിൽ നിന്നൊക്കെ വന്നതിൻ്റെ പേരിൽ ഈ മറ്റുള്ള കൂട്ടുകാരെക്കാളൊക്കെ അല്പം ഒരു തടിമിടക്കും തിണ്ണമിടലൊക്കെ കാണിക്കും. സെമിനാരിൽ എന്ത് കേസ് നടന്നാലും കുറ്റാന്വേഷണം ആരംഭിക്കുന്നത് എന്നെ വിളിച്ചിട്ടാണ്. എന്നെ വിളിച്ച എല്ലാ കേസിൻ്റെയും തുമ്പ് കിട്ടും. ഒരു ദിവസം റെക്ടറച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാൻ പോവുകയാണ്. ഞാൻ നിൻ്റെ അമ്മയെ വിളിച്ചിട്ടുണ്ട്, നീ പെട്ടിയൊക്കെ ഒരുക്കിക്കോ, നീയേ അച്ഛനാകാൻ ശരിയാവില്ല, നീ വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ പോകില്ല, ഞാൻ അച്ഛനായിട്ട് പോകില്ല. എൻ്റെ അമ്മ ഒറ്റ കാര്യത്തിൽ മാത്രം നിർബന്ധം വെച്ചിട്ടുള്ളൂ, നീയെ മടങ്ങി വരില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലേ പോകണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകില്ല. ഞാൻ പൊട്ടി കരഞ്ഞു. എൻ്റെ അച്ഛനോട് ചോദിച്ച, അച്ഛാ ഞാൻ സത്യമായിട്ട് പറയാം, ഒരു ചാൻസ് എനിക്ക് താ, ഞാൻ നന്നായിക്കോളാം. ഞാൻ എന്ത് തെറ്റാ ചെയ്യണേ എന്നുള്ളത് അച്ഛനൊന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരൂ, ഞാൻ പിന്നെ ചെയ്യില്ല. ആ വാത്സല്യനിധിയായ റെക്ടറച്ചൻ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എടാ കുട്ടി, ഞാൻ നിന്നോട് സത്യമായിട്ടൊരു കാര്യം പറയട്ടെ, വളയത്തെ കൂടെ ചാടുന്നതാണ് അഭ്യാസം, വളയമില്ലാതെ ചാടുന്നതാണ് തോന്നിയാസം. വളയത്തെ കൂടെ ചാടുന്നതാണ് അഭ്യാസം,
വളയമില്ലാതെ ചാടുന്നതാണ് തോന്നിവാസം. ഇന്ന് നോമ്പ് ആരംഭിച്ചപ്പോൾ സർവ്വ തോന്നിവാസങ്ങളും നിർത്തിയിട്ടാണ് നമ്മൾ ഈ ധ്യാനത്തിലൊക്കെ ഇരിക്കണത്. പുകവലി നിർത്തിയിട്ടുണ്ട്, മദ്യപാനം നിർത്തിയിട്ടുണ്ട്, വാട്സപ്പ് വേണ്ടെന്ന് വെച്ചവരുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉപേക്ഷിച്ചവരുണ്ട്, മാംസം വേണ്ടെന്ന് വെച്ചവരുണ്ട്. മക്കളെ, ഇതൊക്കെ അടയാളങ്ങളാണ്. പക്ഷെ സത്യത്തിൽ നമ്മുടെ കൈകളിൽ വേണ്ടത് 2 കൽപ്പലകളാണ്. ദൈവത്തോടുള്ള ആത്മബന്ധത്തിൻ്റെ കൽപ്പലകളും മനുഷ്യനും പാലിക്കേണ്ട ആത്മബന്ധങ്ങളുടെ കൽപ്പലകളും. ഇത് കല്ലുകളിൽ കൊത്തിയ നിയമങ്ങളല്ല, ഇതൊരിക്കലും കല്ലിൽ കൊത്തിയ നിയമങ്ങളല്ല. ഇതെൻ്റെ ഹൃദയത്തിൽ കൊത്തിയ നിയമങ്ങളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഭാവമാണിത്, എൻ്റെ ജീവിതത്തിൻ്റെ നിലപാടാണിത്. നീ വളയത്തിൽ കൂടെ ചാടുക. ഞാനും നിങ്ങളൊക്കെ പലപ്പോഴും വളയമില്ലാതെ ചാടി മുതുകു തല്ലി വീണവരാ. പാപത്തിനെ ബൈബിളിൽ പ്രയോഗിക്കുന്ന ഒരു പദം ഫോൾ എന്നാണ്. വീഴ്ച, ഫോൾ. നമ്മൾ മുതുകു തല്ലി വീണവരാ. പിശാചേ നമ്മുടെ കർത്താവിനോട് പറഞ്ഞത് എന്താ? മോളിൽ നിന്ന് ചാടാനാ പറഞ്ഞത്, വളയമില്ലാതെ ചാടാനാ പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. മോശ കൈപ്പിടിച്ച കൽപ്പലകള് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമാണങ്ങളുടെ കൽപ്പലകളാണ്. ദൈവത്തോടുള്ള ആത്മബന്ധത്തിൻ്റെ, സഹോദരങ്ങളോടുള്ള കൂട്ടുബന്ധത്തിൻ്റെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളുടെ, നമ്മുടെ സഭാത്മകമായ ബന്ധങ്ങളുടെ ഒക്കെ കൽപ്പനകൾ. ഈ കൽപ്പനകൾ ദൈവത്തെ കാണുമ്പോഴും ദൈവത്തെ കേൾക്കുമ്പോഴും മനുഷ്യന് സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ പ്രതീകമാണ് ഈ 10 കൽപ്പനകൾ. അതുകൊണ്ട് കൽപ്പനകളിലേക്ക് നമ്മൾ മടങ്ങണം, ദൈവത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ മടങ്ങണം. ദൈവം പറയുന്നത് പോലെ ജീവിക്കാനുള്ള സന്മനസ്സിലേക്ക് നമ്മൾ മടങ്ങണം. സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പാം. നമുക്ക് കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റുപറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ നിന്റെ പ്രമാണങ്ങൾ പാലിക്കുന്നവരാകട്ടെ, ഞങ്ങൾ നിന്നെ കാണുന്നവരും കേൾക്കുന്നവരും ആകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മോശ മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മോശയ്ക്ക് സംഭവിച്ച വലിയൊരു മാറ്റമുണ്ട്. എന്താണെന്നറിയാമോ? മോശയുടെ മുഖത്ത് ദൈവം പ്രകാശം പരത്തി. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രകാശത്താൽ മോശ പ്രശോഭിക്കപ്പെട്ടു. അഹ്റോനും ഗോത്ര മൂപ്പന്മാരും മോശയുടെ അടുക്ക വന്നപ്പോൾ അവർക്ക് പേടിയായി. കാരണം മോശയുടെ മുഖത്ത് പ്രകാശം ചെന്തുന്നു. സൂര്യൻ ഉദിച്ച് രശ്മികള് ചിതറുന്നത് പോലെ മോശയുടെ മുഖത്ത് ദൈവത്തിൻ്റെ പ്രഭ വർഷിച്ചു. ഈ നോമ്പുകാലം മക്കളെ പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ്. എവരി ട്രാൻസ്ഫോർമേഷൻ ഷുഡ് ബിക്കം എ ട്രാൻസ്ഫിഗറേഷൻ. എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ഉണ്ടെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് ദൈവത്തിൻ്റെ ഛായ ഉണ്ടായിരുന്നു, മനുഷ്യന് ദൈവത്തിൻ്റെ സാദൃശ്യമുണ്ടായിരുന്നു. അവൻ ദൈവ പൈതലാകുന്നത് ദൈവത്തിൻ്റെ ഛായ കൊണ്ടും ദൈവത്തിൻ്റെ സാദൃശ്യം കൊണ്ടാണ്. മനുഷ്യൻ മാംസമല്ല, മാംസത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ഇടമാണ് മനുഷ്യൻ. മനുഷ്യന്റെ മാംസത്തിൽ ദൈവമുണ്ട്. മനുഷ്യന്റെ എല്ലാ സർഗ
സർഗ കഴിവുകളും മനുഷ്യൻ്റെ എല്ലാ സിദ്ധികളും മനുഷ്യൻ്റെ എല്ലാ സാമർഥ്യവും അത് ദൈവത്തിൻ്റെ ഭാവത്തിലും ദൈവത്തിൻ്റെ പ്രകൃതിയിലുള്ള പങ്കാളിത്തമാണ്. മോശ ദൈവത്തെ കാണുകയും ദൈവത്തെ കേൾക്കുകയും ചെയ്തപ്പോൾ കൽപ്പലകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചപ്പോൾ മോശയ്ക്കുണ്ടായ മാറ്റം, ഈ മാറ്റമാണ് നോമ്പ് കാലത്ത് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇത് സ്ഥായി ഭാവമുള്ളൊരു മാറ്റമാണ്. വെറോനിക്ക കർത്താവിൻ്റെ തിരുമുഖം കുരിശിൻ്റെ വഴിയിൽ കണ്ടപ്പോൾ അവൾ ഓടിച്ചെന്ന് തുവാല കൊണ്ട് തുടച്ചു എന്ന് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ 6-ാമത്തെ സ്ഥലത്ത് വായിക്കുന്നു. അവൾ തുവാല കൊണ്ട് തുടച്ചു. കർത്താവ് അവൾക്ക് തിരിച്ചു കൊടുത്തത് തുവാലയ്ക്കകത്ത് കർത്താവിൻ്റെ രൂപമല്ല, അവളുടെ ഹൃദയത്തിലെ കർത്താവിൻ്റെ പ്രതിബിംബനമാണ്. ഒരുപക്ഷെ ഈ നോമ്പുകാലം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കൃപ എന്താണെന്നറിയാമോ? ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കൃപ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ രൂപഭാവങ്ങളിലേക്ക് പരിവർത്തനപ്പെടുന്നു, രൂപഭാവങ്ങളിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതം സാക്ഷാൽ സാക്ഷ്യമാകുന്നു, നമ്മുടെ ജീവിതം സുഗന്ധമാകുന്നു, നമ്മുടെ ജീവിതം സുവിശേഷത്തിൻ്റെ സൗരഭ്യമാകുന്നു, പരിമളമാകുന്നു. അതുകൊണ്ട് ഈ നോമ്പ് കാലം വെറുതെ 50 ദിവസം ഒരു നേരം എടുത്തും പുകവലി നിർത്തിയും മദ്യപാനം നിർത്തിയും കുരിശിൻ്റെ വഴി നടത്തിയും തീർക്കാനുള്ള ഒരു കാലഘട്ടമല്ല. മരുഭൂമിയിൽ ദൈവത്തെ കേൾക്കണം, മരുഭൂമിയിൽ ദൈവത്തെ കാണണം, മരുഭൂമിയിൽ നിന്ന് കർത്താവിൻ്റെ കൽപ്പനകൾ ഏറ്റുവാങ്ങണം. നമ്മുടെ ഹൃദയത്തിലെ ഇടതും വലതും കർത്താവിൻ്റെ കൽപ്പനകൾ സ്ഥാപിക്കണം. കർത്താവ് നമുക്ക് മാറ്റത്തിൻ്റെ കാരണമാകണം. വെറോനിക്കയുടെ വെള്ളശീലയിലെ കർത്താവിൻ്റെ തിരുമുഖത്തിൻ്റെ സാദൃശ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, 8 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു അസീസിലെ ഫ്രാൻസിസ് മരിച്ചിട്ട്. 8 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ മനുഷ്യൻ കാലഘട്ടത്തിൽ ആരാലും മറക്കപ്പെടുന്നില്ല. എല്ലാവരും അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. ഒരൊറ്റ വിശുദ്ധനെ മാത്രമേ നമ്മൾ ചരിത്രത്തിലെ സെക്കൻഡ് ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നുള്ളൂ. അത് അസീസിലെ ഫ്രാൻസിസ് ആണ്. കർത്താവിൻ്റെ ഛായ പതിഞ്ഞവൻ, കർത്താവിൻ്റെ രൂപസാദൃശ്യങ്ങൾ പതിഞ്ഞവൻ. മോശയുടെ മുഖത്ത് തുണി വിടേണ്ടി വന്നു. മോശയെ നോക്കാൻ ജനങ്ങൾക്ക് ഭയം തോന്നി. മോശയുടെ മുഖത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ജനങ്ങളിൽ ഭയം സൃഷ്ടിച്ചു. മോശ സംസാരിക്കുമ്പോൾ മുഖത്തൊരാവരണമിട്ടു. ഞാനും നിങ്ങളും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഭ കൊണ്ട് നിറയപ്പെടാൻ ഈ നോമ്പുകാലം കാരണമാകണം. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ ജീവിതത്തിലൊക്കെ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കണം. അത് വെറുതെ നിസ്സാരങ്ങളായിട്ടുള്ള ബാലിശങ്ങളായിട്ടുള്ള മാറ്റങ്ങളല്ല. താടി വെച്ചു, ദുഃഖവെള്ളിയാഴ്ച മലയാറ്റൂർ മല കയറി താടിയൊക്കെ എടുത്ത് സുമുഖനായിട്ട് ഇറങ്ങി. പോരുന്ന വഴിക്ക് അങ്കമാലിയിൽ നിന്ന് 2 കിലോ പോർക്കിറച്ചിയും മേടിച്ചു, അത് ദഹിക്കാനുള്ള 2 കുപ്പിയും മേടിച്ചു. ഈസ്റ്ററിൻ്റെ അന്ന് ശങ്കരൻ തെങ്ങുമ തന്നെ ഇല്ല. ഈ പരിവർത്തനം സ്ഥായി ഭാവമുള്ളൊരു പരിവർത്തനമാണ്. ഈ പരിവർത്തനത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ടാകണം. ഞാൻ വീണ്ടും ഈ 40 ദിനരാത്രങ്ങളിലെ നോഹായുടെ കാലയളവിനെ കുറിച്ച് കൂടെ നിങ്ങളൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3 തുടങ്ങി 6 തുടങ്ങി 9 വരെയുള്ള അധ്യായങ്ങളിലാണ് നോഹായുടെ ജീവിതം. നോഹായെ ദൈവം വിളിക്കുന്നത് ഈ ലോകത്തിൽ തിന്മ പെരുകിയത് കൊണ്ടാണ്. പക്ഷെ ക്വാറന്റൈൻ 40 ദിനരാത്രങ്ങൾ മഴ പെയ്ത് ക്വാറന്റൈൻ, മനുഷ്യൻ മുഴുവൻ നശിച്ചു. ക്വാറന്റൈൻ. ഒരുപക്ഷെ നോഹായുടെ പുസ്തകം നിങ്ങൾ 6 തുടങ്ങി 9 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുകയാണെങ്കിൽ നോഹായുടെ കാലഘട്ടത്തിലെ ദൈവം മടുത്തു. മനുഷ്യനെ കൊണ്ട് പൊറുതിമുട്ടി.
തിന്മ വർദ്ധിച്ച് മനുഷ്യൻ ദൈവത്തിന് ശല്യമായി. അതുകൊണ്ട് ദൈവം നോഹായോട് പറഞ്ഞു, നീതിമാനായിട്ട് നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നോഹ നീതിമാനായത്? ഉൽപ്പത്തിയുടെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നോഹയെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ ദൈവത്തിൻ്റെ വചനം കേട്ടവനും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചവനുമായിരുന്നു. അവൻ ദൈവത്തിൻ്റെ വചനം കേട്ടവനും അവൻ ദൈവത്തിൻ്റെ വചനം ജീവിച്ചവനും. ദൈവം പറയുന്നത് അനുസരിച്ച് ജീവിച്ച നോഹ, ദൈവം പറഞ്ഞതുപോലെ ജീവിച്ച നോഹായോടാണ് പറയുന്നത് ദൈവം, ഞാൻ ഈ ലോകത്തെ നശിപ്പിക്കുകയാണ്, പക്ഷെ ഞാനതിനെ പുനർസൃഷ്ടിക്കില്ല. പുനർസൃഷ്ടിക്കാൻ നീ എന്നോട് സഹകരിക്കണം, നീ പേടകമുണ്ടാക്കണം. നോഹ പേടകമുണ്ടാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോഹായുടെ പേടകത്തിൻ്റെ അളവ് തന്നെ തമ്പുരാൻ നിശ്ചയിച്ചതാ. നോഹയുടെ പേടകത്തിൻ്റെ അളവ് 300 ക്യൂബിക് നീളം. എനിക്ക് ആ നീളത്തിൻ്റെ വലുപ്പം എനിക്ക് ശാസ്ത്രീയമായിട്ട് പറയാൻ 300 എന്നാണ് പറയുന്നത്. 300 അടി നീളം, 50 അടി ഉയരം, 30 അടി വീതി. മരം തിരഞ്ഞെടുക്കാൻ നോഹ തീരുമാനിച്ചപ്പോൾ നോഹ ഇഷ്ടമുള്ള മരമല്ല തിരഞ്ഞെടുത്തത്. ദൈവം പറഞ്ഞു, ഗോഫേർ മരം എടുക്കണം. നോഹ പേടകത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം. അതുകൊണ്ടാണ് എന്തുകൊണ്ട് ഈ ലോകത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ച ദൈവം നോഹയെ മാറ്റി നിർത്തി. കാരണം ദൈവത്തെ കേട്ടവനും ദൈവത്തെ അനുസരിച്ചവനും, ദൈവത്തെ കേട്ടവനും ദൈവത്തെ അനുസരിച്ചവനും. 3 കാരണങ്ങൾ കൊണ്ടാണ് ദൈവം ഈ ലോകത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒന്നാമത്തെ കാരണം എന്താണെന്നറിയാമോ? മനുഷ്യൻ ദൈവത്തെ വെല്ലുവിളിച്ചു. നീ ആരാന്ന് ചോദിച്ചു. മനുഷ്യൻ ദൈവത്തെ വെല്ലുവിളിച്ചെന്നാ പറയുന്നത്. മനുഷ്യൻ ദൈവത്തെ പരിഹസിച്ചു, ദൈവത്തെ പരിഗണിച്ചില്ല. ഞാൻ ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ കോവിഡൊക്കെ ഇങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പടരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, ദൈവത്തെ വെല്ലുവിളിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു, ദൈവത്തിൻ്റെ മനുഷ്യരെ വെല്ലുവിളിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു, ദൈവിക കാര്യങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതിന് കൈയടിക്കാൻ ആളുകളും. പീലാത്തോസ് ചോദിച്ചില്ലേ, ആരെ ഞാൻ വിട്ടുതരേണ്ടത്? നിങ്ങൾക്ക് ബറാബ്രാസിനെ വേണമോ അതോ നിങ്ങൾക്ക് ഇവനെ വേണമോ? ഇവനിൽ കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല, നിങ്ങളുടെ മൂപ്പന്മാർ കൊണ്ടുവന്നിരിക്കുന്നതാ, ഞാൻ ഇവനെ വെറുതെ വിട്ടോട്ടെ. അവർ പറഞ്ഞു, ഇല്ല 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 ഇല്ല, നീ അവനെ ക്രൂശിക്കണം. കള്ളനാണെങ്കിലും കൊള്ളക്കാരനാണെങ്കിലും ശല്യമാണെങ്കിലും നീ ബറാബാസിനെ വിട്ടുതരിക. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ നടക്കുന്ന പല സംവിധാനങ്ങളും ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, വീണ്ടും മനുഷ്യൻ ദൈവത്തെ വെല്ലുവിളിക്കുന്നു. 2, ഈ മനുഷ്യൻ ഈ പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. എന്തുമാത്രം നശീകരണങ്ങളായി ഈ ലോകത്തിൽ നടക്കുന്നത്. ഞാൻ എല്ലാറ്റിനെ കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒരു പരിധി വയ്ക്കുന്നില്ല, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധി വയ്ക്കുന്നില്ല, നമ്മുടെ മോഹങ്ങൾക്ക്, നമ്മുടെ ചക്രവാളങ്ങൾക്ക് പരിധിയില്ലാതെ പോകുന്നു. കെട്ടിടങ്ങളാണെങ്കിലും പള്ളികളാണെങ്കിലും വീടുകളാണെങ്കിലും കല്യാണങ്ങളാണെങ്കിലും ആഘോഷങ്ങളാണെങ്കിലും ഒന്നിനൊരു പരിധിയില്ല. ഇന്ന് ഇപ്പം നമുക്കെല്ലാം പേടിയാണ്, എല്ലാം മുഖംമൂടി വെച്ചിട്ടാ പോണേ, എല്ലാം ഭൂതക്കണ്ണാടി വെച്ചിട്ടാ നടക്കുന്നത്. കല്യാണങ്ങൾക്ക് 50 ഉള്ളൂ, പട്ടത്തിന് 100 ഉള്ളൂ, ശവസംസ്കാരത്തിന് 25 ഉള്ളൂ, ആള് കൂടാൻ പാടില്ല, എല്ലായിടത്തും നിയന്ത്രണങ്ങളാ. മനുഷ്യൻ പരിധി വിട്ടു പോകുമ്പോഴും ദൈവം ഈ ലോകത്തെ ചട്ടം പഠിപ്പിക്കുന്നതാ, ദൈവം പാഠം പഠിപ്പിക്കുന്നതാ.
മൂന്നാമതായിട്ട് ഈ ലോകത്തിലെ പെരുകിയ ഒരു തിന്മയുണ്ട്, ലൈംഗിക തിന്മകൾ. മനുഷ്യൻ മൃഗത്തെ പോലെ പെരുമാറുന്ന ഒരു സംസ്കാരം. ലൈംഗികത ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കാനുള്ള വലിയ അവകാശമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നിങ്ങൾ വൈദികരെയും സന്യസ്തരെയും മാനിക്കുന്നവരാണ്, എനിക്കെല്ലാവരോടും അതിൻ്റെ പേരിൽ നന്ദിയുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, കുടുംബജീവിതം വളരെ വലിയൊരു ദൈവവിളിയാണ്. ഇന്ന് 10 മക്കളുള്ള ഒരു കുടുംബനാഥൻ തൃശ്ശൂർ രൂപതയിലും അപകടത്തിലും മരിച്ചെന്ന് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ജീവന്റെ വലുപ്പം. ഇന്ന് ജീവനെ മനുഷ്യൻ പുച്ഛിക്കുകയാണ്. ഗർഭസ്ഥ ശിശുക്കളെ കൊല്ലുന്നു. മനുഷ്യൻ ജീവനെ പന്താടുന്നു. മനുഷ്യൻ ലൈംഗികമായിട്ടുള്ള എല്ലാ മ്ലേച്ഛതകൾക്കും മൃഗങ്ങളെക്കാൾ തരം താഴ്ന്ന വിധത്തിലെ മനുഷ്യൻ മാറുന്നു. 3 കാരണങ്ങൾ കൊണ്ടാണ് നോഹായുടെ കാലത്ത് പ്രളയമുണ്ടായത്. ക്വാറന്റൈൻ 40 ദിനരാത്രങ്ങൾ മഴ പെയ്തു. നോഹയുടെ കുടുംബം മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. അളവ് ദൈവത്തിൻ്റെത്, ദൈവത്തിൻ്റെ ക്വാളിറ്റി, എല്ലാം ദൈവം നിശ്ചയിച്ചത്. നോഹായുടെ പേടകത്തിൻ്റെ രക്ഷപ്പെടാനുള്ള കാരണം പറയുന്നത്, നോഹായുടെ പേടകം ദൈവം ക്രമീകരിച്ചതായിരുന്നു, ദൈവത്തിൻ്റെ അളവിലായിരുന്നു, ദൈവത്തിൻ്റെ സംവിധാനത്തിലായിരുന്നു. ദൈവമായിരുന്നു ആ പേടകത്തിൻ്റെ ഡിസൈനിങ്. അതിൻ്റെ ഡിസൈനിങ് ദൈവമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളുടെ ഒക്കെ ഡിസൈനിങ്, അവിടെ ദൈവം ഉണ്ടാകണം. ദൈവത്തെ മാറ്റി നിർത്തരുത്. വിവാഹം പൗരോഹിത്യം പോലെ വിശുദ്ധമാണ്. നമ്മുടെ കുടുംബ ജീവിതങ്ങള് ദേവാലയങ്ങൾ പോലെ വിശുദ്ധമാണ്. നമ്മൾ കളിയാക്കരുത്, അതിനെ തെറ്റായി ധരിക്കരുത്. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങളിലെ ലൈംഗികത, നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലെ ഈ കാലഘട്ടത്തിലെ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന എല്ലാ തെറ്റായ പ്രവണതകളും നമ്മുടെ ചെറുപ്പക്കാരെ സ്വാധീനിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടം ദൈവം കഴുകുന്ന കാലഘട്ടമാണ്. ഒരുപക്ഷെ പത്രോസ് ലീഹ എഴുതിയ ലേഖനത്തിലെ 1 പത്രോസ് 3-ാമത്തെ അധ്യായത്തിലെ 30-31 വചനങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നോഹായുടെ പ്രളയകാലത്ത് ദൈവം ഈ ലോകത്തെ കഴുകി വൃത്തിയാക്കിയതുപോലെയാണ് ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലെ ഞാനും നിങ്ങളും കഴുകി വൃത്തിയാക്കപ്പെടുന്നത്. നോഹായുടെ പ്രളയം മാമോദീസയാണ്. ഈ ലോകത്തെ പാപങ്ങളിൽ നിന്ന് കഴുകി വൃത്തിയാക്കിയ മാമോദീസ. നോഹായുടെ പേടകത്തിലെ പ്രളയം അത് നശിപ്പിച്ചു എന്നതിനേക്കാൾ കൂടുതൽ അത് വൃത്തിയാക്കാൻ കാരണമായി. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ് ഈ നോമ്പ് കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞത്, ഇത് കണ്ണുനീരിനാലും കഴുകപ്പെടാനും ആത്മാവിനാൽ നവീകരിക്കപ്പെടാനുള്ള ഒരു കാലഘട്ടമാണ്. സഭാപിതാവായിട്ടുള്ള വിശുദ്ധ ക്രിസസ്റ്റോം പറയുന്നത്, ഈ നോഹായുടെ പേടകത്തിൻ്റെ അളവുണ്ടല്ലോ, 300 ക്യൂബിക് അടി നീളം, 50 ക്യൂബിക് അടി ഉയരം, 30 ക്യൂബിക് അടി വീതി. ഇത് സത്യം പറഞ്ഞാല് കുരിശിൻ്റെ അതേ അളവാണെന്നാണ് പറയുന്നത്. ഇത് കുരിശിൻ്റെ അതേ അളവാണെന്നാണ് പറയുന്നത്. ക്രൂസിഫിക്കേഷൻ ഇൻ ഓർഡർ ടു ബിക്കം ക്രിസ്റ്റിഫിക്കേഷൻ. നോഹയുടെ പേടകം കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ അടയാളമാണ്. ഈ നോമ്പ് കാലം നോഹായുടെ പേടകത്തിലെ നോഹ കയറിയതുപോലെ ഞാനും നിങ്ങളും വിശുദ്ധീകരിക്കപ്പെടാൻ ക്രൂശിതന്റെ കൂടെ പേടകത്തിലായിരിക്കുന്ന കാലഘട്ടമാണ്. ഞാനും നിങ്ങളും വിശുദ്ധീകരിക്കപ്പെടാൻ പേടകത്തിലെ ക്രൂശിതന്റെ കൂടെ. നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്നപ്പോൾ
എൻ്റെ താഴെ അമ്മ നിന്നതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വചനമുണ്ട്. അവൻ്റെ കുരിശിൻ്റെ താഴെ അമ്മ നിന്നു. മഹാനായ ഫുൾട്ടൻ ജീഷ്യൻ, അമേരിക്കയിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള സുവിശേഷ പ്രസംഗകൻ, അദ്ദേഹം പറയുകയാണ്, കർത്താവിൻ്റെ കുരിശ് നാട്ടിയത് മണ്ണിലല്ല, കർത്താവിൻ്റെ കുരിശ് നാട്ടിയത് അമ്മയുടെ ഹൃദയത്തിലാണ്. അമ്മയുടെ ഹൃദയത്തിലെ നാട്ടപ്പെട്ട കുരിശ്, അതാണ് അമ്മ കുരിശിൻ്റെ താഴെ നിന്നത്. അതാണ് കുരിശിൽ കിടക്കുന്ന അമ്മയെ നോക്കിയിട്ട് പറഞ്ഞ, അമ്മേ, എൻ്റെ പൊന്നമ്മേ, ഈ മക്കളെ മുഴുവൻ ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് മക്കളെ, നമ്മുടെ ഈ കാലഘട്ടം കടന്നു പോകുന്ന വഴികളിലെ ഞാനും നിങ്ങളും ക്രൂശിതൻ്റെ പേടകത്തിൻ്റെ താഴെ ആയിരിക്കട്ടെ. കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു പുതുക്കലെ, നമ്മുടെ ജീവിതത്തിലെ തെറ്റായ വഴികളിലെ ഒരു പരിവർത്തനം നമുക്കുണ്ടാകാൻ കഴിയണം. ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിലെ ഈ വലിയ വലിയ തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് അകന്നു മാറണം. അത് താൽക്കാലികമായിട്ട് 50 ദിവസത്തേക്കല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവമാകണം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയാകണം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു താളക്രമമാകണം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു താളക്രമമാകണം. അതുകൊണ്ട് തന്നെ ക്രൂശിതൻ്റെ കൂടെ ഞാനും നിങ്ങളും നടന്ന സഹയാത്രികയാണ് 50 നോയമ്പ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് കർത്താവിനുണ്ടായ 3 പ്രലോഭനങ്ങളെക്കുറിച്ച് കൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിന് 3 പ്രലോഭനങ്ങൾ ഉണ്ടായതായിട്ട് സുവിശേഷകന്മാർ പറയുന്നുണ്ട്. ഒന്നാമത്തെ പ്രലോഭനം, അവന് വിശന്നപ്പോഴും പിശാച് അവനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ, ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാറ്റുക, ഈ കല്ലുകളെ നീ അപ്പമാക്കുക. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന വചനങ്ങൾ കൊണ്ടുകൂടിയാണ്. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗം. നിയമാവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വചനമാണത്. ഈ ലോകത്തിലെ മനുഷ്യൻ ഇന്ന് ഭക്ഷണങ്ങളോടൊക്കെ കാണിക്കുന്ന അമിതമായ ഒരു ആക്രാന്തമുണ്ട്. ഭയങ്കര എന്തോ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്നത് പോലെയാണ് മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത്. ആവശ്യത്തിന് നിങ്ങൾക്കറിയാമോ, ഇന്ന് നമ്മുടെ ഇടയിലുള്ള എല്ലാ രോഗങ്ങളും ഉത്ഭവിക്കുന്ന ഓവർ ഈറ്റിങ്ങിൽ നിന്നാണ്. രണ്ടാമത്തെ പ്രലോഭനം എന്താണ്? നീ എടുത്ത് ചാടുക. നീ ചാടിയാലേ നിന്നെ സംരക്ഷിക്കാൻ മാലാഖമാരുണ്ടെന്നല്ല നീ പറയുന്നത്. നീ ഒന്ന് എടുത്ത് ചാടുക. നീ എടുത്ത് ചാടിയാലേ എന്താ സംഭവിക്കാന്ന് ഒന്ന് കാണാം. ഈശോ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. മൂന്നാമതായിട്ട് പിശാച് കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ എന്ത് പറഞ്ഞിട്ടാണെന്നറിയാമോ? നീ എന്നെ കുമ്പിട്ട് ആരാധിക്കുക. നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാലേ നിനക്ക് ഞാൻ എല്ലാം തരും. നിനക്ക് യു വിൽ നോട്ട് ലാക്ക് എനിത്തിങ്. നിനക്കെല്ലാം ഞാൻ തരും. നിനക്ക് സർവ്വതും ഞാൻ തരും. അതുകൊണ്ട് നീ കുമ്പിട്ട് ആരാധിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, ഈ 3 പ്രലോഭനങ്ങളും നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ 3 പ്രലോഭനങ്ങളുടെ പിറകിലും ഉള്ള വലിയ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഒന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വചനം ഹവ്വായ്ക്ക് സർപ്പം നൽകിയ പ്രലോഭനമാണ്. സർപ്പം ഹവ്വായോട് ചോദിച്ചത് എന്താ? ഈ തോട്ടത്തിലെ ഏതെങ്കിലും മരത്തിൽ നിന്ന് തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞ ഒന്നുണ്ടോ? അവൾ പറഞ്ഞു, എല്ലാം ഞങ്ങൾക്ക് തിന്നാം, പക്ഷേ ഈ നടുവിൽ നിൽക്കുന്ന മരത്തെ തൊട്ടുപോയേക്കരുത്, അത് ഞങ്ങൾ തൊടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. പിശാച് എന്താ പറഞ്ഞതെന്നറിയാമോ? നീ ആ വേലി പൊളിക്കുക.
നീ ആ വേലി പൊളിക്ക്. ഒന്നാമത്തെ ലേഡി, പെണ്ണെ നീ അതൊന്ന് നോക്ക്, നീ അതൊന്ന് നോക്ക്, നീ അത് ശരിക്കും അതൊക്കെ നോക്കിയേ. അവളതിനെ നോക്കിയപ്പോൾ അവൾക്ക് 3 കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കാണാൻ അഴകുള്ളതായിരുന്നു. കാണാൻ അഴകുള്ളത്, കാണാൻ അഴകുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, വലിയ അപകടങ്ങൾ വരുന്ന ഒരു മേഖലയാണിത്, കാണാൻ അഴകുള്ളത്. 2, അത് തിന്നാൻ സ്വാദുള്ളത്, ടേസ്റ്റി ഫോർ ദ മൗത്ത്. 3, അത് അറിവേകാൻ കഴിവുള്ളത്, അത് അറിവേകാൻ കഴിവുള്ളത്. ഒരുപക്ഷെ കർത്താവ് മരുഭൂമിയിലെ അനുഭവിച്ച 3 പ്രലോഭനങ്ങൾ ഹവ്വായുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രലോഭനങ്ങളുടെ മേലെ ദൈവം നടത്തിയ മേൽക്കൈയാണ്. ഞാനും നിങ്ങളും ഇന്ന് ഈ പാപങ്ങൾക്ക് അടിമപ്പെടുന്നവരായതുകൊണ്ട് ഈ പാപങ്ങളെ അവൻ അതിജീവിച്ചതായിട്ട് നമുക്ക് തെളിവ് നൽകുകയാണ്. അപ്പസ്തോലനായ യോഹന്നാൻ 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ വചനം പറയുന്നുണ്ട്, ദൈവ മനുഷ്യ ബന്ധങ്ങൾ തകർക്കുന്നത് 3 തിന്മകളാണ്. ദൈവ മനുഷ്യ ബന്ധം തകർക്കുന്നത് 3 തിന്മകളാണ്. ആ 3 തിന്മകളെയും യോഹന്നാൻ വിളിക്കുന്ന പേര്, അത് സത്യം പറഞ്ഞ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനമാണ്. എന്താണെന്ന് അവൻ വിളിക്കുന്നതെന്നറിയാമോ? ദ ലെസ്റ്റ് ഓഫ് ദ ഐസ്, കണ്ണുകളുടെ ദുരാശ, കണ്ണുകളുടെ ദുരാശ. 2-ാമത്തത് എന്താണെന്നറിയാമോ? ദ ലെസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ജഡത്തിന്റെ ദുരാശ, ശരീരത്തിന്റെ മോഹങ്ങള്. 3-ാമത് ദ പ്രൈഡ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ അഹന്ത. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഇന്നും പിശാച് കാണിക്കുന്ന ഏദൻ തോട്ടത്തിലെ നന്മതിന്മയുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്നവനാണ്. അവൻ തിന്നുന്നതാണ് കണ്ണുകളുടെ ദുരാശ വഴി, ജഡമോഹങ്ങൾ വഴി, അതുപോലെ തന്നെ ജീവിതത്തിന്റെ അഹന്ത വഴി. ജീവിതത്തിന്റെ അഹന്തയ്ക്ക് 5 രൂപ ഉണ്ടെന്നാ പറയണേ. തലക്കനം, 5 പൈസയ്ക്ക് വിവരമില്ല, പക്ഷെ നടക്കണം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. ഈ പിള്ളേരൊക്കെ മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി നടക്കുമ്പോൾ ഞാൻ വിചാരിക്കട്ടെ, ഇത് അബ്ദുൽ കലാം പോണ പോലെ നമുക്ക് തോന്നും. 5 പൈസ ഈ മുടി മാത്രമല്ലേ ഉള്ളൂ, താടിയും മുടി. ഞാൻ കളിയാക്കി പറയലുണ്ട് പിള്ളേരെ, നിങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്, ഇതാവ് എന്തോരം നിങ്ങൾ സ്നേഹിക്കുന്നതെന്നറിയാമോ? പക്ഷെ നമുക്കൊരു ധാരണയുണ്ട്, നമുക്കൊരു ധാരണയുണ്ട്. കണ്ണുകളുടെ ദുരാശ, കണ്ണുകളുടെ ദുരാശ. ഞാനും നിങ്ങളും ഇന്ന് ഈ ഫലം പഴിക്കുന്നവരാ. ഈ കണ്ണുകൊണ്ട് ഈ ലോകത്തിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മ എന്താണെന്നറിയാമോ? എന്തോരം കൊള്ളരുതായ്മ മനുഷ്യൻ കണ്ണുകൊണ്ട് ചെയ്തു കൂട്ടുന്നത്, പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ വേൾഡിലെ. ഞാൻ ഈ ഷക്കേന മിനിസ്ട്രി ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാ. ഈ തിന്മകളുടെ നടുവിലെ ദൈവം ഒരു നന്മതിന്മയുടെ വൃക്ഷം നമുക്ക് നൽകിയതാ. കണ്ണുകൾ, ജഡത്തിന്റെ ദുരാശ. ഇന്ന് പലതും പാപമല്ല, ഗർഭചിത്രം പാപമല്ല, സന്താന നിയന്ത്രണം പാപമല്ല, ഒന്നും പാപമല്ല എന്നാ പറയുന്നേ. മക്കളെ, നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടം അപകടം പിടിച്ച ഒരു കാലഘട്ട. 3 അഹന്ത. 5 തരം അഹന്ത ഞാൻ പറഞ്ഞു. 1 തലക്കനം, 2 ധനക്കനം, പണത്തോടുള്ള കൊതി. പണം ഭ്രാന്തായിട്ട് നടക്കുന്ന മനുഷ്യര്, പണം കൊണ്ട് ഭ്രാന്ത് കാണിക്കുന്നവര്, ധനക്കനം. 3 കഴിവുകളുടെ കനം, പാട്ട് പാടുക, നൃത്തം ചവിട്ടുക, സിനിമ. കഴിവുകൾ എന്തോരം കഴിവുകളാണെന്നറിയുമ്പോൾ നല്ലതിനല്ലെന്ന് മാത്രം. ഈ കഴിവ് കൂടിയ ആളുകൾ ഈ തൃശ്ശൂക്കാർ വിളിക്കുന്നൊരു പേരുണ്ട്. ഞാനത് ടെലിവിഷനിൽ പറയുമ്പോൾ തെറ്റാണെങ്കിൽ പിതാവിനോട് മറന്നേക്കണം. കഴിവ് കൂടിയ ആളുകളെ നമ്മൾ വിളിക്കുന്ന കഴിവേറിയെന്നാണ്. മക്കളെ, നിങ്ങളൊന്നല്ല കേട്ടോ പിതാവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിവ് കൂടിപ്പോയി, നമ്മുടെ പിള്ളേർക്കൊക്കെ കഴിവ് കൂടിപ്പോയി. 4 എന്താണെന്നറിയാമോ? തലക്കനം, ധനക്കനം, കഴിവുകനം, പിന്നെ നമുക്ക് ഭക്തിക്കനം.
ഞാൻ ഒഴിച്ച് ഈ ലോകത്തിലെ വേറെ ആരും രക്ഷപ്പെടില്ല. ചുങ്കക്കാരനും പരിസേയനും ദേവാലയത്തിൽ പോയതുപോലെയാണ് ഈ ലോകത്തെ എല്ലാവർക്കും താട്ടിപ്പിതാവ് ഒന്നുമല്ല. മാർപ്പാപ്പ അയ്യോ മാർപ്പാപ്പ ഒന്നുമല്ല. എല്ലാറ്റിനും വലിയവരാണെന്നുള്ള അർത്ഥത്തിലല്ല മക്കൾ, എല്ലാറ്റിനും ചെറുതാക്കി കാണിക്കുക. 4, 5 അധികാരം, ദ പ്രൈഡ് ഓഫ് ദ പവർ. എൻ്റെ അധികാരം. ഞാൻ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ വൈദിക ജീവിതത്തിലും ഞങ്ങളുടെ സമർപ്പിത ജീവിതത്തിലൊക്കെ അത് കാണുന്നുണ്ട്. ഞാനടക്കം അതിന് കുറ്റക്കാരനാണ്. ഞാൻ പറയുന്നത്, ഞാൻ ഈ നോമ്പ് കാലത്ത് ഏറ്റുപറയുകയാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടണം. വചനം നമുക്ക് വഴികളിലെ പാതേയമാകട്ടെ. മനുഷ്യൻ ജീവിക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല, വചനം കൊണ്ട് കൂടിയാണ്. വചനം മാംസമായതാണ് കുർബാന. വചനം രക്ഷയായതാണ് കുരിശ്. വചനം എൻ്റെ ജീവിതത്തിൽ തുടരുന്നതാണ് കൂദാശകള്, കുമ്പസാരം. മക്കളെ, നമുക്ക് ഈ 50 നൊയിമ്പ് നവീകരണത്തിൻ്റെ ഒരു കാലഘട്ടമാകട്ടെ. ക്രിസ്റ്റിഫിക്കേഷൻ ത്രൂ ക്രൂസിഫിക്കേഷൻ. ക്രൂശിതൻ കുരിശിൽ നടത്തിയ മരണവും സഹനവും നമ്മുടെ പൂർവപിതാക്കളായ ആദാമും ഹവ്വായും ചെയ്ത പാപത്തിൻ്റെ മേലുള്ള ആധിപത്യമാണ്. അതിനെ തകർത്ത് തരിപ്പണമാക്കി. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു നിയന്ത്രണ രേഖ ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതങ്ങൾ നോഹയുടെ പേടകം പോലെയാകട്ടെ. നമ്മുടെ കുടുംബങ്ങൾ ഗാർഹിക സഭകളാകട്ടെ. നമ്മുടെ ദാമ്പത്യ കിടപ്പറകളും മധുബഹായിലെ ബലിപീഠങ്ങളാകട്ടെ. നമുക്ക് അത്തരത്തിൽ ഈ നോമ്പ് കാലത്ത് നോക്കിക്കാണാം. അതുകൊണ്ട് നോമ്പ് വെറും തപസ്സും പ്രായശ്ചിത്തവും മാത്രമല്ല. നോമ്പ് ആത്മശോധനയുടെയും ആത്മവിശുദ്ധീകരണത്തിൻ്റെയും ആത്മശാക്തീകരണത്തിൻ്റെയും കാലഘട്ടമാണ്. പാപങ്ങൾ കഴുകുന്ന കാലഘട്ടം, ആത്മാവിനാൽ പുതുക്കി പണിയപ്പെടുന്ന കാലഘട്ടം. നമുക്ക് നാളെ തുടരണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, പിതാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം. പിതാവ് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വമായിട്ട് ഷംഷാബാദിൽ കഴിയുകയാണ്. എൻ്റെ മുൻപിലുള്ള ചക്രവാളങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ തീർത്തും ബലഹീനനാണ്. പക്ഷേ ഇന്ന് എനിക്കൊരു അഭിമാനബോധമുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. ഈ സുവിശേഷ വേലകളിലൊക്കെ നിങ്ങൾ സഹകരിക്കാൻ ഈ 50 നോമ്പ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ. എന്തൊക്കെ നിയോഗങ്ങൾക്കാണോ നിങ്ങൾ ഈ ധ്യാനത്തിന് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ നിയോഗങ്ങളൊക്കെ കർത്താവ് തൻ്റെ സാന്നിധ്യം നൽകുന്ന പരിശുദ്ധ കുർബാനയിലെ നമുക്ക് സംജാതമാക്കട്ടെ. നമുക്ക് ഗായക സംഘത്തോടൊപ്പം പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. നാളെയും 9 മണിക്ക് നമുക്ക് ആരംഭിക്കാം. നമുക്ക് വ്യാഴാഴ്ച വരെ ദിവസങ്ങളുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സകല വിശുദ്ധന്മാരുടെ സംരക്ഷണവും ഈ 50 നോമ്പ് കാലത്തെ അർത്ഥവത്താക്കാൻ കാരണമാകട്ടെ. ആമേൻ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന,
ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. സ്വരമുയർത്തി ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ നമുക്ക് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ 50 നോയമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തി, മണ്ണ് പോലെ ദുർബലമാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേലെ ഞങ്ങൾക്ക് ബലമില്ല, ഞങ്ങൾക്ക് ഉറപ്പില്ല. നീ തരുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അളവ്. കർത്താവേ, ഞങ്ങൾ ഓർമ്മപ്പെടുത്തി, ഈ കോവിഡും ഈ കൊറോണയും ഈ കഷ്ടപ്പാടുകളൊക്കെ തന്നെ തിന്മ പെരുകിയതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. കർത്താവേ, മനുഷ്യൻ ഈ ലോകത്തെ നശിപ്പിച്ചു, ദൈവത്തെ നിഷേധിച്ചു, കുടുംബങ്ങളെ തകർത്തു. കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. കർത്താവേ, നിന്റെ കൽപ്പനകള് നിന്നെ കണ്ട മോശ, നിന്നെ കേട്ട മോശ എഴുതിയെടുത്തു. ഇടത് കരത്തിലും വലത് കരത്തിലും അത് ചേർത്ത് പിടിച്ചു. മോശ കല്ലുകളിലല്ല കൊത്തിയത്, ഹൃദയത്തിലാ കൊത്തിയത്. കർത്താവേ, ഞങ്ങളുടെ കൽപ്പനകള്, നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ഹൃദയത്തിൽ കൊത്താൻ ഈ നോമ്പുകാല കാരണമാകട്ടെ. ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ കരയുന്നു കർത്താവേ. ഞങ്ങൾ പാപികളാണെന്ന് സമ്മതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഹവ്വായെ പോലെ കൗതുകകരമായി തോന്നിയതൊക്കെ കണ്ടിട്ടുണ്ട്, സ്വാദിഷ്ടമായതൊക്കെ തിന്നിട്ടുണ്ട്. കർത്താവേ, അഹങ്കാരം കൊണ്ട് ഞങ്ങൾ പലപ്പോഴും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, ബറാബാസിൽ വിട്ടുതരിക. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണേ, പാപങ്ങളെ ഓർത്ത് കരയാൻ. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ കൊണ്ട് നിറയാൻ. മോശയുടെ മുഖത്ത് നിന്റെ സാന്നിധ്യത്തിന്റെ പ്രഭ ചുരിഞ്ഞതുപോലെ, മോശയുടെ മുഖത്ത് നിന്റെ സാന്നിധ്യം സൂര്യരശ്മികൾ പോലെ പ്രകാശിച്ചതുപോലെ ഞങ്ങളുടെ സുവിശേഷ സാക്ഷ്യങ്ങള് ജനങ്ങളുടെ മുൻപിൽ നിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാകട്ടെ. കർത്താവേ, ഞങ്ങൾ കൽപ്പനകൾ കാക്കുന്നവരാകട്ടെ. ഞങ്ങളുടെ കണ്ണുകളുടെ ദുരാശകളെ നിയന്ത്രിക്കാൻ,
ഞങ്ങളുടെ ജഡമോഹങ്ങളെ നിയന്ത്രിക്കാൻ, കൃപ തരണമേ. ഞങ്ങളുടെ അഹങ്കാരത്തെ ഞങ്ങള് ഇല്ലായ്മ ചെയ്യാൻ, കൃപ തരണമേ. ഞങ്ങള് നിക്കോദേമൂസിനെ പോലെ ചെറുപ്പമാകാൻ, ഈശോ. കുഞ്ഞാകാൻ ഈശോ. കർത്താവേ 50 നോയമ്പിൽ അനുഗ്രഹിക്കണേ. ആമേൻ. കർത്താവേ, ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന, ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ആവശ്യങ്ങൾ കർത്താവേ നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ കാണിക്കയായിട്ട് കാഴ്ചവെക്കുന്നു. ഹല്ലേലൂയ. തകർന്ന കുടുംബങ്ങള്, ഈശോ. ജോലി നഷ്ടപ്പെട്ട കുടുംബനാഥന്മാരെ, കർത്താവേ അനുഗ്രഹിക്കണമേ. മദ്യപാനത്തിന് അടിമകളായിട്ടുള്ളവര്, കർത്താവേ കൃപ ചെയ്യണമേ. ജഡമോഹങ്ങളുടെ വൈകൃതങ്ങളിൽ പെട്ടവര്, കർത്താവേ ഇടപെടണമേ. മാതാപിതാക്കൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ അവസരങ്ങള്, കർത്താവേ കരുണ കാണിക്കണമേ. ഗർഭസ്ഥ ശിശുക്കളെ ക്രൂരമായി കൊന്നൊടുക്കിയത്, കർത്താവേ കരുണ ചൊരിയണമേ. ദൈവത്തിന്റെ അഭിഷിക്തരെ കളിയാക്കിയത്, പരിഹസിച്ചത്, കർത്താവേ കരുണ കാണിക്കണമേ. സഭയുടെ കൂദാശകളെയും സംവിധാനങ്ങളെയും പരിഹസിച്ച് പുച്ഛിച്ച് തള്ളിയത്, കർത്താവേ കരുണ ചൊരിയണമേ. കർത്താവേ ഞങ്ങളുടെ ആവശ്യങ്ങൾ കാണണേ. ഈശോ, ഈശോ. ഞങ്ങൾക്ക് മാനസാന്തരത്തിന്റെ കൃപ നൽകണേ. ഈശോ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 40 ദിവസത്തെ പ്രളയം കൊണ്ട് ലോകത്തെ കഴുകിയ കർത്താവേ, ആമേൻ. കണ്ണുനീരിന്റെ പ്രളയം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പാപങ്ങളെ കഴുകണമേ. ഈശോയേ. ഞങ്ങളുടെ വൃത്തികേടുകളെ എടുത്തു മാറ്റണേ. ഈശോയേ. യേശുവേ നന്ദി, ഈശോയേ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങള്, എല്ലാ നിയോഗങ്ങള്, ഈശോ. എല്ലാ നിയോഗങ്ങള് കർത്താവിന്റെ കൈകളിൽ കൊടുക്കുക. നദിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ, കരുണ കാണിക്കണമേ. എന്നിൽ 10,000ങ്ങളിലേക്ക് തോന്നണേ. കർത്താവേ കരുണ ചൊരിയണമേ. ഈശോ, 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 ഈശോ. നാഥ, പാപിയാണു ഞാൻ. കർത്താവിന്റെ ആശീർവാദം നമ്മുടെ മേലെ വന്നു വീഴുമ്പോഴ്, ആമേൻ. നോഹായുടെ പ്രളയം ലോകത്തെ നവീകരിച്ചതുപോലെ ഈശോയേ. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പള്ളികളെ, സഭകളെ, നമ്മുടെ വൈദികര സന്യാസ സമൂഹങ്ങളെ, ഈശോ. നമ്മുടെ കുഞ്ഞുങ്ങളെ, കർത്താവേ നമ്മുടെ കൗമാരക്കാരെ, നമ്മുടെ യുവതി യുവാക്കളെ കഴുകാൻ കാരണമാകട്ടെ. കൃപ ചൊരിയണമേ. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സർവ്വ നിയോഗങ്ങളും കർത്താവേ ഈ ആരാധന വേളയിൽ കർത്താവ് നടത്തട്ടെ. ആമേൻ. നിങ്ങളുടെ മക്കളുടെ വിവാഹങ്ങള്, കർത്താവേ പ്രവർത്തിക്കണമേ. സന്താന സൗഭാഗ്യങ്ങള്, കർത്താവേ ഇടപെടണമേ. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴില്, കർത്താവേ കരുണ സാമ്പത്തിക ചൊരിയണമേ. ഭാരങ്ങൾക്ക് ഇളവ്, കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങൾ നൽകട്ടെ. ഹല്ലേലൂയ. കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആരാധിക്കാം. ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ ആരാധന, സ്തുതിക്കുന്നു. ആരാധന, ഈശോ നമ്മൾ അനുഗ്രഹിക്കുന്ന ആരാധന, സമയം ആരാധന. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, യേശുവേ. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, യേശുവേ. നമ്മുടെ സഭാ സമൂഹങ്ങളിലേക്ക്, ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മകളിലേക്ക്, ഹല്ലേലൂയ. തലമുറകളിലേക്ക് ഈശോ. കർത്താവിന്റെ കൃപ ഈശോ. ഒഴുകപ്പെടുന്ന സമയം ഹല്ലേലൂയ. എല്ലാം അവിടുന്ന് വിളിക്കുന്നു. ഈശോയേ. കരുണ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. അഭിഷേകം പകരണമേ. കുടുംബങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ, ജീവിതങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ, എല്ലാ ആവശ്യങ്ങളിലേക്കും കർത്താവിന്റെ കൃപ ഒഴുകട്ടെ, എല്ലാ നിയോഗങ്ങളിലേക്കും ദൈവകൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരുകരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് കുടുംബം ഒന്നാകെ നമുക്ക് പ്രാർത്ഥിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ താഴെ നിൽക്കാൻ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഫ്രാൻസിസ് അസീസിയെ പോലെ നമുക്ക് പറയാം, കർത്താവേ നിന്റെ കുരിശിൽ നിന്ന് കരം വിടർത്തി എന്നെ ചേർത്തു പിടിക്കണേ. ഈ 50 നോയമ്പിലെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ ധ്യാന ശുശ്രൂഷകള് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അനുഗ്രഹത്തിന്റെ അവസരമാക്കണേ, മാനസാന്തരത്തിന്റെ അവസരമാക്കണേ, ജീവിത നവീകരണത്തിന്റെ അവസരമാക്കണമേ. അവിടെ എല്ലാ വിഷയങ്ങള്, എല്ലാ നിയോഗങ്ങള് കർത്താവേ നീ കൊടുക്കണമേ. ആമേൻ.